ഹലോ മക്കളെ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇല്ലാണ്ട് പോകില്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വിച്ച് മീൻസ് ഈ ചോദ്യങ്ങൾ ഇല്ലാണ്ട് ഒരു ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ ഈ ചാപ്റ്ററുകളുടെ എക്സാം നടക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങളെല്ലാം എന്തായാലും വരാറുണ്ട് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിട്ട് ഫാക്ടേഴ്സും അതേപോലെ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതുപോലെ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്താണ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എന്നാൽ എന്താണ് എന്ന് വെച്ചാൽ പ്രവർത്തന മൂലധനം അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 4 എണ്ണം വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ആദ്യം എന്ത് പറയുന്നുണ്ട്? സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്. രണ്ടിലും പറയുന്നതാണ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്നുള്ളത്. അതിന്റെ ഓപ്പറേഷൻ ബിസിനസിന്റെ വലുപ്പമാണ്. ബിസിനസ് ചെറുതാണെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി, അതേപോലെ കുറച്ച് ഫിക്സ്ഡ് ക്യാപിറ്റൽ മതി. ബിസിനസ് വലുതാണെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? കൂടുതൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഇതാണ് സ്കെയിൽ ഓഫ് ഓപ്പറേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ബിസിനസിന്റെ നേച്ചർ അല്ലെങ്കിൽ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സ്ഡ് ക്യാപിറ്റലും കൂടുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കൃത്യമായിട്ട് എന്തിൽ നിന്ന് വരാറുണ്ട്? നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സ്ഡ് ക്യാപിറ്റലും എന്ന് പറയുന്നത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ ബിസിനസിന്റെ സീസണൽ ഫാക്ടേഴ്സും ക്രെഡിറ്റ് അലൗഡും അതേപോലെ തന്നെ ക്രെഡിറ്റ് അവൈൽഡും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കടം കൊടുത്തും കടം അനുവദിക്കലും കടം കിട്ടലും ഒക്കെ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലുമായി റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സ് ആണ്. ഇനി നേരെ അപ്പുറത്ത് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ട് ലോങ് ടേമിലേക്കാണ്. ഈ 2 പോയിന്റ് എഗെയിൻ വരുന്നു. സ്കെയിൽ ഓഫ് ഓപ്പറേഷനും നേച്ചർ ഓഫ് ബിസിനസ്സും വന്നതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞതുപോലെ തന്നെ ടെക്നോളജിയുടെ അപ്ഗ്രഡേഷൻ പറയാം, ബിസിനസിന്റെ എക്സ്പാൻഷനെ കുറിച്ച് പറയാം. ഇതൊക്കെ വരുന്ന ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ചോദ്യം എന്തായാലും നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ഐദർ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫാക്ടേഴ്സ് ചോദിക്കാം അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റലിന്റെ ഫാക്ടേഴ്സ് ചോദിക്കാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വി ആർ ഗോയിങ് ടു ദ ഡയറക്റ്റിംഗ് ചാപ്റ്റർ അല്ലെ. ഡയറക്റ്റിംഗ് ചാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് വളരെ വലിയ ചാപ്റ്റർ ആണെങ്കിലും അതിൽ നിന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ എസ്സേ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ആരുണ്ടാവും? ഒരു സെൻഡർ ഉണ്ടാവും അല്ലെ. മെസ്സേജ് അയക്കുന്ന ഒരാളുണ്ടാവും, സെൻഡർ എന്ന് പറയുന്നു. സെൻഡർ അത് എന്താക്കുന്നു? ഒരു മെസ്സേജ് ഉണ്ടാക്കുന്നു, ഒരു പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെ ഞാനാണ് സെൻഡർ. ഞാൻ നിങ്ങളിലേക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് പറയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഭാഗമാണ് മെസ്സേജ് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ അത് എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് അത് മാറ്റുന്നു. എന്നിട്ട് ഒരു ചാനൽ സെലക്ട് ചെയ്യുന്നു. എന്താണ് ഈ ചാനൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണ് ഞാൻ നിങ്ങളിലേക്ക് അത് പറയുന്നത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ചാനൽ ഏതാണ്? യൂട്യൂബാണ്. ഞാൻ വാട്സപ്പിലൂടെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് അയക്കുന്നെങ്കിൽ അതൊരു വാട്സപ്പ് ആയിരിക്കും അതിൻ്റെ ചാനൽ എന്ന് പറയുന്നത്. ഈ ചാനലിൽ നിന്ന് ആ സാധനം എന്താവുന്നു? ഡീകോഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എൻകോഡ് ചെയ്ത സാധനം ഡീകോഡ് ആവുന്നു. ആ സാധനം ആരെടുത്തെത്തുന്നു? റിസീവർ എടുത്തെത്തുന്നു. റിസീവർ എന്ത് തരുന്നു? നമുക്ക് ഫീഡ്ബാക്ക് തരുന്നു. ഓക്കെ, എന്ത് തരുന്നു? ഫീഡ്ബാക്ക് തരുന്നു. ഇതുപോലെ ഏറോ മാർക്ക് ഇട്ട് വരയ്ക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം എന്നും പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം തന്നെയാണ്. ആൻഡ് കമ്മിങ് വിത്ത് ദ അതർ ക്വസ്റ്റ്യൻസ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റാഫിംഗിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു, റിക്രൂട്ട്മെന്റ് പഠിച്ചു, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ടെന്ന് പഠിച്ചു, സെലക്ഷൻ്റെ സ്റ്റെപ്സ് പഠിച്ചു, അതേപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചു. അതിൽ കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് ഏതൊക്കെയാണ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. ഏതൊക്കെയായിരുന്നു എക്സ്റ്റേണൽ എക്സാമ്പിളിൻ്റെ? അഡ്വർടൈസ്മെന്റിലെ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്തായിരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ എക്സ്റ്റേണലിൻ്റെ ആയിരുന്നു അഡ്വർടൈസ്മെന്റ്. ഈ അഡ്വർടൈസ്മെന്റ് നമ്മൾ ടെലിവിഷനിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അഡ്വർടൈസ്മെന്റ് ടെലിവിഷന്? രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇത് വെബ് പബ്ലിഷിംഗ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ പരസ്യം 3 സ്ഥലത്ത് കൊടുത്താൽ 3 സ്ഥലത്തും 3 പോയിന്റ് ആക്കിയിട്ട് ചെയ്താൽ ഒന്നാമത്തെ അഡ്വർടൈസ്മെന്റ്, ഈ അഡ്വർടൈസ്മെന്റ് പ്ലസ് ടെലിവിഷൻ എഴുതിയാൽ രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തത് വെബ് പബ്ലിഷിംഗ്. എന്ന് വെച്ചാൽ ഒഴിവുണ്ടെന്ന് നമ്മൾ പരസ്യം ചെയ്യുന്നത് 3 രീതിയിലാണ്. ആ 3ഉം ഓരോ പോയിന്റ് ആക്കിയിട്ട് പറയാം. ആൻഡ് അടുത്തത് എന്ത് പറയാം? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. നമ്മുടെ കമ്പനി എന്താക്കുന്നു? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. കമ്പനിയിൽ പോയിട്ട് കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. അടുത്തത് പറയുന്നു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓർമ്മയുണ്ടല്ലേ, നമ്മുടെ ജോലി ഇപ്പോൾ നമ്മുടെ കസിൻസോ കാര്യങ്ങളോ ഏതെങ്കിലും കമ്പനിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അവിടെ എന്തെങ്കിലും ഒഴിവുണ്ടോ, എന്നൊന്ന് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെയും എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ സോഴ്സസ് നമ്മൾ എടുക്കുന്നു. എന്ന് നോക്കിയാൽ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ്. വേറെയും ഒരുപാട് 10 എണ്ണം ഉണ്ട്. വളരെ ഈസി, ഒരു 5 എണ്ണം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ബിക്കോസ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അടുത്തതായിട്ട് മാസ്ലോന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറി ആണ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷന്റെ ഭാഗത്ത് നിന്ന്, വിച്ച് മീൻസ് ഡയറക്റ്റിംഗ് ചാപ്റ്ററിൽ നിന്ന് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത് മാസ്ലോന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറിയാണ്. എന്താണ് മാസ്ലോന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറി? ഒരു 5 സ്റ്റെപ്സ് അടങ്ങിയിട്ടുള്ള ഇതുപോലൊരു ട്രയാങ്കിൾ വരച്ചിട്ടുള്ള പരിപാടിയാണ് എന്തെന്ന്
പറയുന്നത് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കിക്കൽ തിയറി എന്ന് പറയുന്നത്. അതിന് താഴെ നമുക്ക് എന്തുണ്ട്, ഫിസിയോളജിക്കൽ സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള നീഡ്സ് പറയുന്നതാണ്. ഫിസിയോളജിക്കൽ ബാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള വസ്ത്രം, ഭക്ഷണം, അതേപോലെ പാർപ്പിടം എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി നീഡാണ്. സെക്യൂരിറ്റി നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തിലേക്ക് പോകുന്നു, ഒരു സേഫ് സോണിലേക്ക് ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് സെക്യൂരിറ്റി നീഡിൽ പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നു സോഷ്യൽ നീഡ് എന്നൊക്കെ പറയാറുണ്ട്. വിച്ച് മീൻസ് അവിടെ നമ്മൾ എന്താണ് ഒരു ഫാമിലി സ്റ്റാറ്റസിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. ആദ്യം നമ്മൾ എന്താണ് ഫിസിയോളജിക്കൽ നീഡ്, ഭക്ഷണം കിട്ടി, പിന്നെ ഒരു സ്ഥിരം വരുമാനം, ജോലി എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഒരു സോഷ്യൽ നീഡിലേക്ക് പോകുന്നു, ഫാമിലി എന്നൊക്കെ രീതിയിലേക്ക്. ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു എസ്റ്റീം നീഡ്, ആൾക്കാരുടെ ഒരു ബഹുമാനം കിട്ടുന്ന നീഡിലേക്ക് പോകുന്നു. ആൻഡ് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷനിലേക്കും പോകുന്നു. ഇങ്ങനെയുള്ള ഒരു 5 സ്റ്റെപ്സ് ഉള്ള ഒരു ഭാഗമാണ് നമ്മുടെ എന്തിൽ പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ പോലെ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കിയിൽ പറയുന്നത്. എഴുതി നോക്കുമ്പോൾ എന്ത് എളുപ്പം ല്ലേ, ഇങ്ങനെ പഠിച്ചിട്ട് എക്സാമിന് ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം കേട്ടോ. അത്ര എളുപ്പമാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നൗ വി ആർ ഗോയിങ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫയോളിന്റെ പ്രിൻസിപ്പിളും ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടൈലറുടെ പ്രിൻസിപ്പിളും ടെക്നിക്സും ചോദിക്കുന്നുണ്ട്. ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഏകദേശം 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. വിച്ച് മീൻസ് 14 എണ്ണം ചോദിക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. നമ്മളോട് ഒരു 8 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർ തരുന്ന ഒരു 3 എണ്ണോ 4 എണ്ണോ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ ആണ് വരാറുള്ളത്. ഇവിടെ ഫയോളിന്റെ പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്. ഞാൻ 14 എഴുതുന്നൊന്നുമില്ല, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്, ഓർമ്മയുണ്ടല്ലേ? ഡിവിഷൻ ഓഫ് വർക്ക് എന്താണെന്ന് ഓർമ്മയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്തായിരുന്നു, റെസ്പോൺസിബിലിറ്റിയിലെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ട്, ഓർഡർ ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, റെമ്യൂണറേഷൻ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു പോകുന്ന 14ഓളം പ്രിൻസിപ്പിൾസ് നമുക്ക് എവിടെ നിന്ന് വരുന്നുണ്ട്, ഹെൻറി ഫയോളിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. വിച്ച് മീൻസ് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഐദർ അത് ആരെക്കുറിച്ചായിരിക്കും, ഫയോളിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ആരെക്കുറിച്ചായിരിക്കും, ടൈലറിനെ കുറിച്ചായിരിക്കും. ടൈലറിന്റെ പ്രിൻസിപ്പിൾ പക്ഷേ 14 എണ്ണം ഒന്നുമില്ല, വെറും 4 പ്രിൻസിപ്പിൾസ് ആണ് ആർക്കുള്ളത്, ടൈലറിനുള്ളത്. 4 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറയുന്നുണ്ട്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്, ഇതിന്റെ അവസാനം സബോർഡിനേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് പോലെ എന്ത് പറയുന്നുണ്ട്, ഒരു ടോട്ടൽ ഒരു ഗ്രോത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് ഈ പ്രിൻസിപ്പിൾസിനെക്കാട്ടിലും കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത് ഫയോളിന്റെ ടെക്നിക്കുകളെ കുറിച്ചായിരുന്നു അല്ലേ. ടൈം സ്റ്റഡി, അതേപോലെ തന്നെ ഫെറ്റീഗ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞു പോകുന്ന കുറേ സ്റ്റഡികളും, അതേപോലെ തന്നെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ആണ് എന്ത് വരുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്രത്യേകം പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ചെറിയ മാർക്കിന് ക്വസ്റ്റ്യനുകൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നും ഇവിടെയാണെങ്കിൽ സ്കാലാർ ചെയിനിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചാനലാണ് സ്കാലാർ ചെയിൻ. അതേപോലെ ഇവിടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഈ പറഞ്ഞതുപോലെ ഗ്യാങ് ബോസ് എന്നൊക്കെയുള്ള ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഭാഗങ്ങൾ ആ ചാപ്റ്ററിന് ആകെ പഠിക്കാനുള്ളത് ഇവരെ 2 പേരെ കുറിച്ചിട്ടും ഇവരുടെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും മാത്രമാണ്. ടെക്നിക്സ് ആർക്ക് മാത്രമേ ഉള്ളൂ, ടൈലറിന് മാത്രമേ ഉള്ളൂ, ഫയോളിനും 14. ഏകദേശം 2 പേർക്കും ഒരേപോലെ തന്നെ പഠിക്കാനുണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഇത് രണ്ടും. ഓക്കെ, അടുത്തതാണ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സും ലിമിറ്റേഷൻസും ചോദിക്കാം, ബിസിനസിന്റെ എൻവിറോൺമെന്റും ചോദിക്കാം. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു 7ഓളം വരുന്നത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, എന്നിട്ട് എന്താക്കുന്നു, ഡെവലപ്പിംഗ് പ്രിമൈസസ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് വിത്ത് ദ ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പ്ലാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡിഫറെൻറ്റ് പ്ലാൻസ് സെലക്ടിങ് ദ പ്ലാൻ സെലക്ട് ചെയ്യുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അത് ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അല്ലേ. ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒബ്ജക്റ്റീവ് ബന്ധത്തിൽ പ്രിമൈസസ് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് എന്താക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ട് ശേഷം എന്ത് ചെയ്യുക, പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്നൊരു ബെസ്റ്റ് പ്ലാൻ, ആ പ്ലാൻ ഇവാലുവേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത ബെസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്ത പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിന് ഫോളോ അപ്സ് നടത്തുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 7 പോയിന്റ്സ് വരുന്നതായിരുന്നു എന്ത് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ സ്റ്റെപ്സ് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അടുത്തൊരു ചോദ്യം അതിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നത് ലിമിറ്റേഷൻസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? കോസ്റ്റ് ഒരു ലിമിറ്റേഷനാണ്, കോസ്റ്റ് കൂടുതലാണ്, ടൈം കൺസ്യൂമിങ് ആണ്, ടൈം കൂടുതലാണ്. പിന്നെന്താ പറയുന്നത്, ഈ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് കൂടുതലാണ്, ടൈം കൂടുതലാണ്. പിന്നെ എന്തുണ്ട്, നോ ഗ്യാരണ്ടി സക്സസ്സിലെ നോ ഗ്യാരണ്ടി ഒന്നുമില്ല, സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പിന്നെന്താ പറയുന്നത്, ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, കോസ്റ്റ് കാര്യങ്ങളുണ്ട്, റിജിഡ് ആണ്, ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിമിറ്റേഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സും ലിമിറ്റേഷൻസും നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് ഗോയിങ് വിത്ത് ദ എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റിൽ നമുക്ക് 5 എലമെന്റ്സ് അല്ലെങ്കിൽ 5 ബിസിനസ് ആസ്പെക്ട് പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ടെക്നോളജിക്കൽ ആയിരുന്നു. ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പറയുന്നതാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്. എക്കണോമിക്കൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് സോഷ്യൽ എൻവിറോൺമെന്റ് ആണ്, മനുഷ്യന്മാരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആണ് സോഷ്യൽ എൻവിറോൺമെന്റ്. പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ
ചേഞ്ചസിനെ കുറിച്ചാണ് പൊളിറ്റിക്കൽ ചേഞ്ചസ് പറയുന്നത്. ലാസ്റ്റ് എന്തായിരുന്നു? ടെക്നോളജി, എക്കണോമിക്കലായി, സോഷ്യലായി, പൊളിറ്റിക്കലായി. ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു? ടെക്നോളജി, എക്കണോമിക്കലി, സോഷ്യലി ആൻഡ് പൊളിറ്റിക്സ്. ഏതോ ഒന്നും കൂടി ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്? നമ്മുടെ ബിസിനസ് എൻവിറോൺമെന്റുമായിട്ട് വരുന്നത് ഈ പറഞ്ഞ ടെക്നോളജി, സോഷ്യലി എന്നൊക്കെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഗോയിങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞതിൽ ഫീച്ചേഴ്സിൽ ഗോൾ ഓറിയന്റഡ് ആണ്, പെർവസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്തായാലും പഠിച്ചു വെച്ചേക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സോഷ്യൽ ഒബ്ജക്റ്റീവ് ആയിരുന്നു. രണ്ടാമത്തേത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആയിരുന്നു. മൂന്നാമത്തേത് എന്തായിരുന്നു? സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന 3 ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ചിലപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ മൊത്തത്തിലുള്ള എക്സാമിൽ ഉറപ്പായിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും. കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ചോദിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തതായിട്ട് നമ്മൾ എന്താ കൊണ്ടുവരുന്നത്? അടുത്തത് ആക്ച്വൽ പെർഫോമൻസ് നോക്കുന്നു. എത്രയാണ് ആക്ച്വൽ പെർഫോമൻസ്? എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ കമ്പയർ ചെയ്യുന്നു. രണ്ടും എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവാലുവേഷൻ നടത്തുന്നു. ഇവാലുവേഷൻ നടത്തിയതിനു ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. ഇത്രയാണ് കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സിൽ വരുന്നത്. വിച്ച് മീൻസ് ഈ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 12th സ്റ്റാൻഡേർഡിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം. ഫയറിന്റെ പ്രിൻസിപ്പിളും, എക്സ്റ്റേണൽ സോഴ്സും, ഫാക്ടർ, വർക്കിംഗ് ക്യാപിറ്റലും, അതേപോലെ തന്നെ മാസ്ലോ, ടൈലർ, ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എന്തായാലും 100% എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് മക്കളെ. ആൻഡ് അഗൈൻ ഐ വാണ്ട് ടു സേ അബൌട്ട് ദ ബെസ്റ്റ് ഓഫർ വിച്ച് എഡ്യൂപോഡ് ഹാസ് ഗിവൺ 1,999 rupees ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് യു ഡോണ്ട് നീഡ് ടു പേ എക്സ്ട്രാ ഫീസ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഒറ്റ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തും കൂടി കിട്ടുന്നുണ്ട്? ഫ്രീ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ബാച്ചും കൂടി നമ്മൾ തരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പം തന്നെ പൈസ അടയ്ക്കണം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പം തന്നെ എന്ത് ചെയ്യുക? താഴത്തുള്ള ലിങ്ക് ഒന്ന് എന്ത് ചെയ്യാം? ഈ പറഞ്ഞൊരു ഫോം ഫില്ല് ചെയ്ത് വെച്ചേക്കാം. ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോം ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആലോചിച്ചിട്ട് മാത്രം എന്ത് ചെയ്താൽ ചേർന്നാൽ മതി. ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ 1,999 rupees എഡ്യൂപോഡ് തരാൻ പോകുന്ന സർവീസുകൾ എന്നുള്ളത്. ഇത്രയും സർവീസുകൾ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മളോട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ അത് തരുമോ ഇത് തരുമോ എന്നുള്ളത്. എന്നിട്ട് ഉറപ്പായതിനു ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴത്തുള്ള ലിങ്ക് എന്ത് ചെയ്യുക? ഒന്ന് ഫോം ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ആ ഫോം ഫില്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ട? ആ 1000 ഉള്ളിൽ നിങ്ങൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ട് 1,999 rupees ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഇപ്പം തന്നെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വിച്ച് മീൻസ് +2 സ്റ്റഡി ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫ്രീ ആയിട്ട് ക്രിസ്മസ് എക്സാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെയിലി പ്ലാൻസും, നോട്ട്സും, മൈക്രോബിറ്റും, ലൈവ് ലിങ്ക്സും ഒക്കെ അതിൽ അവൈലബിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവർക്കും എക്സാമിന് ഈസി ആവട്ടെ. ഈ ചോദ്യങ്ങളെല്ലാം വരുന്ന പ്രതീക്ഷയിൽ വി ആർ ജസ്റ്റ് ഫൈൻഡിങ് അപ്പ്. ഓക്കെ, ബൈ.